ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 89 ശ്ലോകം 4-5. തപസ്തപ്ത്വാ ഘോരം സഖലു കുപിതഃ സപ്തമദിനേ ശിരശ്ചിത്വാ സദ്യ പുരഹരമുപാസ്ഥാപ്യ പുരതഃ അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാദ്വവ്രേ ഭവതി വിമുഖാനാം ക്വ ശുഭധീഃ. മോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ പ്രാദ്രവത്സോധരുദ്രം ദൈത്യാദ്ഭീത്യാസ്മദേവോ ദിശി ദിശി വലതേ പൃഷ്ഠതോ ദത്തദൃഷ്ടിഃ. തൂഷ്ണീകേ സർവലോകേ തവ പഥമധിരോക്ഷ്യം തമുദ്വീക്ഷ്യ ശർവം ദൂരാദേവാഗ്രതസ്ത്വം പട്ടുവപുഷാ തസ്ഥിഷേ ദാനവായ. തപഃ തപ്ത്വാ ഘോരം സഹ ഖലു കുപിതഃ സപ്തമദിനേ ശിരഃ ഛിത്വാ സദ്യ പുരഹരം ഉപസ്ഥാപ്യ പുരതഃ അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാദ് വവ്രേ ഭവതി വിമുഖാനാം ക്വ ശുഭധീഃ. മോക്താരം ബന്ധമുക്തഃ ഹരിണപതിഃ ഇവ പ്രാദ്രവത്സഹ അധ രുദ്രം ദൈത്യാദ്ഭീത്യാ സ്മ ദേവഃ ദിശി ദിശി വലതേ പൃഷ്ഠതഃ ദത്തദൃഷ്ടിഃ. തൂഷ്ണീകേ സർവലോകേ തവ പദം അധിരോക്ഷ്യന്തം ഉദ്വീക്ഷ്യ ശർവം ദൂരാത് ഏവ അഗ്രതഃ ത്വം പട്ടുവപുഷാ തസ്ഥിഷേ ദാനവായ. പദങ്ങൾ. ഹരേ കൃഷ്ണ. ഘോരം തപഃ തപ്ത്വാ സഹ കുപിതഃ ഖലു. ഇപ്പോൾ പോന ശ്ലോകത്തിലെ പാത്തും அந்த நாரத மகர்ஷியோட உபதேசத்தை வச்சிருந்து சிவனை பஜனம் தபசு பண்ணறதுக்காக அந்த விருகாசுரன் வந்தான் அப்படின்னு சொன்னோம். அவன் கோரமான தபசு, தீதீஷ்ணமான தபசு, யாருக்கானாலும் பயம் தோന്നുற மாதிரி பயங்கரமான தபசு இந்த விருகாசுரன் செய்தான். ஆனா பொறுமையில்லை. நம்மளுக்கும் சிலப்பழெல்லாம் அப்படியல்லுவா, ஏதாவது இன்ன இது ஜெபிங்கோ உங்களுக்கு பலம் கிடைக்கும். நான் 10 നാളാ ജപിக்கிறேன், 12 നാളാ ജപിக்கிறேன், 1 മാസമാ ജപിக்கிறேன், പ്രയോജനം കാണല്ലേ നമുക്ക് തോന്നും. അതെന്താ വൃഗാസുരനോട് ശൈലിയ. വൃഗാസുരൻ 7 നാളേക്ക് ഘോരമാ, തുടക്കത്തിലേ ഘോരമാക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പില്ലേ, തുടക്കത്തിലേ ഘോരமான തപസ്. 7 ദിവസം വന്നാൽ ഇപ്പിടി ചെയ്യറേൻ ഇന്നും വരില്ലാന്ന് കോപം വന്നുകൊടുത്ത. സപ്തമദിനേ ശിരഃ ഛിത്വാ, 7ആം നാളാനപ്പോൾ തന്നോട് തലയെ വെട്ടുறதுக்கு വെട്ടി മുന്നാടി ഹോമകുണ്ടത്തിൽ പോടത്തിൽ റെഡി ആയിട്ടാണ്. പുരഹരം സദ്യ പുരതഃ ഉപസ്ഥാപ്യ, ഉടനെ ത്രിപുരാന്തകൻ പുരതൻ அந்த പുരഹരൻ அந்த മൃഗാസുരനോട് പുരതഹന മുന്നാടി ഇൻഫ്രണ്ട് வந்து நின்னார், முன்னாடி பிரத்யட்சப்பட்டார். அதிக்ஷுத்ரம் ரௌத்ரம் சிரசி கரதானேன நிதனம். உடனே என்ன வரம் கேட்கறதுக்கு முன்னாடியே கேட்டாச்சு போல இருக்கு. என்னோடு கை ஆரோடு தலையில தொடுறாளோ அவ சாம்பலா போனோம். இப்படிங்கிற ரொம்ப நீச்சமாவும் நிதனம்
ரொம்ப பயங்கரവുமான വരമാക്കും அந்த ജഗന്നാഥനാണ് ശിവന്റെ കേട്ടത്. അത്ര നല്ല നല്ല വരങ്ങൾ കേൾക്കലാമില്ല. മറ്റൊരാൾക്ക് ഉപകാരமான എന്നാവതെല്ലാം കാര്യങ്ങൾ കേൾക്കലാം. നമ്മൾക്ക് എപ്പോഴും ഇന്നൊരു താളെ ഹെൽപ്പ് പണ്ണലാങ്கிறது കേൾക്കലാം. ആർക്കും കഷ്ടമില്ലായിരിക്കട്ടും കേൾക്കലാം. അതൊന്നുമില്ല. വിപരീത ബുദ്ധി വരപ്പെട്ടവെല്ലാം അസുരന്മാർക്കെല്ലാം പിടുത്തം വിപരീത ബുദ്ധി വരുമോ. ഭവതി വിമുഖാനാങ്ക്വശുഭദീഹി. ഭഗവാന്റെ ഭക്തിയില്ലാത്ത ആൾക്ക് എപ്പടി നല്ല ബുദ്ധി തോന്നും. ആൾക്ക് இந்த மாதிரி தான் புத்தி வக்கரம் மதம் போகும் அப்படின்னு சொல்றான். அத சஹ பந்தமுக்தஹ ஹரிணபதிஹி முக்தாரம் இவ. പിന്നെ പണ്ണത് ഇപ്പടി ഒരു ഇത് കേട്ടിരിക്കാം. ശരി, വരം കൊടുത്തു വിട്ടാർ. ഉടനെ അന്ത ഒരു ഇതിലെല്ലോ ഉക്കാന്ത് തപസ് പണിന്നിരിക്കാൻ, ചിട്ടയിലോ ഉക്കാന്ത്, ഒരു ബന്ധനത്തിലൊക്കെ ആന്ത്. അപ്പോൾ എന്താ അനുഗ്രഹം കടച്ചതും ഉടനെ അങ്ങേന്ത് എന്തിരുന്താനാ എന്തിട്ട് എപ്പടി ഒരു സിംഹത്തെ കെട്ടിപ്പോട്ടിട്ട് അത് മോചിപ്പിപ്പാളോ അതുമാതിരി മോക്താരം ഹരിണപതി. ഹരിണപതിന്ന് സിംഹം, മൃഗത്തോട് പതി, മൃഗങ്ങളോട് രാജ, സിംഹം. സിംഹത്തെ ഒരാൾ കെട്ടിപ്പോട്ടിരുന്ന സിംഹത്തെ ഏതോ ഒരു താൾ വന്ന് മോചിപ്പിച്ചയച്ചാ അന്താ സിംഹം ഇവൻ എന്നെ മോചിപ്പിച്ചാൻ എനിക്ക് നല്ലത് പണിന ആളാക്കും അപ്പടിന്നൊന്നും അതുക്ക് തോന്നാതെ അവളെ ഉപദ്രവിക്കും പോകുമോ. അതേമാതിരി ഇവ அந்த மாதிரி രുദ്രം പ്രാദ്രവത് പ്രാദ്രവത് ശിവനിക്ക് നേരെ ഓടിപ്പോനാണ്. എന്താ മൃഗാസുരൻ കടച്ചത് ശരിയാക്കുമ്പോൾ ചെക്ക് പണ്ണർത്തുക്കു വന്നു. ദേവഃ ദൈത്യാത് ഭീത്യാ പൃഷ്ഠതഃ ദത്തദൃഷ്ടിഃ ദിശി ദിശി വലതേ സ്മ. അപ്പോൾ ഭഗവാൻ ശങ്കരൻ പാത്താച്ചാൻ ഓ ഇത് പിന്നാടി വെറുതെ വരം വേറെ കൊടുത്താച്ച് ഇനി എന്നെ വേണമായിരുന്നു ജോലി തിരുമ്മിപ്പാത്ത് ശങ്കരൻ അപ്പടി ഓർഡറാം. ദിശി ദിശി ഓരോ ദിക്കേം പാത്ത് ഓർഡറാം. സർവലോകേ തൂഷ്ണീകേ സതി തവ പദം അധിരോക്ഷ്യന്തം സർവം ഉദ്വീക്ഷ്യ. ആരും പലയിടത്തും പോയിട്ട് ആർക്കും എന്നെ ചെയ്യണം തിരിയറിയില്ല. ഇന്തമാതിരി പിന്നാടി വരവും കിടച്ചാച്ച് ഉടനെ ശ്രീകുണ്ടത്തേക്ക് പോറാർ. അപ്പോൾ സർവം ഉദ്വീക്ഷ്യ എന്താ പരമശിവനെ പാത്ത് ഭഗവാൻ വിഷ്ണുക്കെല്ലാം തെരിഞ്ഞു കൊടുത്തു. ത്വം ദൂരാത് ഏവ തള്ളി നിന്നേ என்ன பண்ணுறாராம், ரொம்ப സമർത്ഥമാ. പട്ടു പട്ടു വപുഷാദാനവായ അഗ്രതഃ തസ്തിഷ്. ഒരു ചിന്ന ബ്രഹ്മചാരിയോട് രൂപത്തിൽ ரொம்ப സമർത്ഥ്യമാ ബ്രഹ്മചാരി രൂപം എടുത്തുണ്ട്. അന്നൊരു വടിവെടുത്തുണ്ട് അസുരനക്ക് മുന്നാടി പോയി നിൽക്കണം. ഇനി ബാക്കിയുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം. ഹരേ കൃഷ്ണ.